ഒരു വലിയ സ്വപ്നം, ഒരു പുതിയ തുടക്കം. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങൾക്കും ഒരു കൈത്താങ്ങായി പഴയന്നൂർ ബ്ലോക്ക് എക്സ് സർവീസ് മെൻ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒപ്പമുണ്ട്. ആകർഷകമായ ചിട്ടി പദ്ധതികളിലൂടെ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ സുരക്ഷിതമാക്കാം. കൂടാതെ കുറഞ്ഞ പലിശയിൽ സ്വർണ്ണ പണയ വായ്പയും. മരുന്നുകൾക്ക് 18% വരെ വിലക്കുറവുള്ള സൈനിക് നീതി മെഡിക്കൽ സ്റ്റോറും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ലഫ്റ്റനന്റ് കേണൽ PJ പോൾസൺ സ്മാരക വിമുക്ത ഭടഭവൻ, തോന്നൂർക്കര. ഷൊർണൂർ നഗരസഭയിലെ റോഡ് ടെൻഡറിനെ ചൊല്ലി കൗൺസിൽ യോഗത്തിൽ ബഹളം. അജണ്ട കീറിയെറിഞ്ഞ് BJP അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചു. നിങ്ങളുടെ വാർഡിലെ ഭാഗത്ത് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾക്ക് സൃഷ്ടാന്തീങ്ങൾ നഗരസഭ മൊത്തം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ചെയർമാനും കൂടി ഭരിക്കണം. ഷൊർണൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള പുതിയ റോഡുകളുടെ ടെൻഡർ അജണ്ട അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് BJP കൌൺസിലർമാർ പ്രതിഷേധിച്ചു. പ്രതിഷേധ സൂചകമായി കൌൺസിലർമാർ അജണ്ട കീറിയെറിഞ്ഞ യോഗം ബഹിഷ്കരിച്ചു. നഗരസഭയുടെ കീഴിലുള്ള പുതിയ റോഡുകളുടെ ടെൻഡറുകൾ അംഗീകരിക്കുന്ന വിഷയത്തിലാണ് BJP കൌൺസിൽ യോഗത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ടെൻഡർ നടപടികൾ നഗരസഭാ ചെയർമാനും സ്ഥിരം സമിതി അധ്യക്ഷന്മാരും മാത്രം ചേർന്ന് തീരുമാനിച്ചതാണെന്നും വാർഡ് കൌൺസിലർമാരെ പോലും അറിയിച്ചില്ലെന്നും BJP ആരോപിച്ചു. എന്നാൽ വികസനത്തിനെതിരെ തങ്ങളില്ലെന്നും പുതിയ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നുവെന്നും കോൺഗ്രസ് കൌൺസിലർമാർ പറഞ്ഞു. റോഡും റോഡ് സംവിധാനങ്ങളുടെ എസ്റ്റിമേറ്റ് തുക ടെൻഡർ ചെയ്തത് അംഗീകരിക്കുന്ന അജണ്ടയായിരുന്നു. ഈ അജണ്ടയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ 9 കൌൺസിലർമാർ, ആ 9 കൌൺസിലർമാരെയും ആ വാർഡുകളെയും നഗരസഭാ ചെയർമാനും ഭരണസമിതിയും അവഗണിച്ചിരിക്കുകയാണ്. ഷൊർണൂരിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ് നഗരസഭയിലെ വാർഡുകളിലെ എസ്റ്റിമേറ്റ് എടുക്കുന്ന സമയത്ത്, ആ വാർഡുകളിലെ വികസനവുമായി ബന്ധപ്പെട്ട് എസ്റ്റിമേറ്റ് എടുക്കുന്ന സമയത്ത് നഗരസഭയിലെ കൌൺസിലർമാരെ ഒഴിവാക്കി, ആ വാർഡിലെ കൌൺസിലർമാരെ ഒഴിവാക്കി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പോയിട്ട് എസ്റ്റിമേറ്റ് എടുക്കുകയാണ്. ഇത് ജനാധിപത്യ ലംഘനമാണ്. ആ ജനങ്ങളുടെ ഒരു ആളായി, ജനപ്രതിനിധിയായി, ആയിരക്കണക്കിന് ആളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് കൌൺസിലർമാർ ജയിച്ചു വരുന്നത്. ആ നാടിന്റെ വികസനത്തിനെ കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള കൌൺസിലർമാരെ ഒഴിവാക്കിക്കൊണ്ട് നഗരസഭാ ചെയർമാനും ഭരണസമിതിയും CPMന്റെ ഭരണസമിതിയും ചെയ്യുന്നത് ഇത് അടുത്ത പോസ്റ്റ് ഓഫീസ് റോഡുകൾ ഇവിടെ ഉണ്ടാക്കാനാണ്. നമുക്കറിയാം, ഏതാണ്ട് 2 കോടി രൂപ ചെലവഴിച്ച് നഗരസഭയിൽ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് മുതൽ വാടനാകുറിശി വരെയുള്ള റോഡ് നിർമ്മിച്ചു. മാസങ്ങൾ പിന്നിടുന്നതിന് മുമ്പ് ആ റോഡ് പൊളിഞ്ഞു. വലിയ രീതിയിലുള്ള അഴിമതിക്കാണ് അന്ന് ഈ ഭരണസമിതി കൂട്ടുനിന്നത്. അത്തരത്തിലുള്ള അഴിമതി നഗരസഭയിലെ മുഴുവൻ വാർഡുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ അഴിമതി നടത്താനാണ് നഗരസഭ ഭരണസമിതി ഇത്തരത്തിലുള്ള പോരാട്ട നാടകവുമായി മുന്നോട്ട് വന്നത്. ഇത് ജനകീയപരമായി ഞങ്ങൾ പ്രതിരോധിക്കും. ഇത് നഗരസഭയ്ക്കകത്തും ഷൊർണൂർ ടൌണിലും ഇവിടുത്തെ മുഴുവൻ വാർഡുകളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധാഗ്നി ഉയരുമെന്ന് തന്നെയാണ് ഭരണസമിതിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഷൊർണൂർ നഗരസഭയിൽ CPMും BJPയും രഹസ്യ കൂട്ടുകെട്ടാണ് നടത്തുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിലും ഇത് കാണാനാകുമെന്നും കോൺഗ്രസ് ആരോപിച്ചു. BJP ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. രാഷ്ട്രീയം നോക്കിയല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും BJPയുടെ വാർഡുകൾക്ക് പോലും ടെൻഡർ ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഹസനം മാത്രമാണ് BJP നടത്തുന്നതെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു. നഗരസഭയിൽ ഇന്ന് ചേർന്ന കൌൺസിൽ യോഗത്തിൽ ഈ വർഷത്തെ പദ്ധതികൾ വിവിധ ടെൻഡർ അംഗീകരിക്കുന്ന ഒരു അജണ്ട ഉണ്ടായിരുന്നു. അജണ്ടയിൽ നമ്മൾ അങ്ങനെ ഒരു ഭരണ പ്രതിപക്ഷ വാർഡുകൾ നോക്കിയിട്ടൊന്നുമല്ല, എല്ലാ വാർഡുകളും ഉണ്ട്. മിക്കവാറും വാർഡുകൾ വന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു ടെൻഡർ ബാക്കിയുള്ള വാർഡുകൾ കൂടി വരും. ഇവിടെ ഇന്ന് പ്രതിഷേധിച്ച BJP കൌൺസിലർമാർ അവരുടെ തന്നെ വാർഡ് 13, അതുപോലെ വാർഡ് 23, അതില് 2 പ്രോജക്റ്റുകൾ ഇന്ന് ടെൻഡർ ഇതിൽ വന്നതാണത്. പക്ഷെ ആരും എടുത്തിട്ടില്ല. ഇനി രണ്ടാമത് അത് വെക്കണം, റീടെൻഡർ ചെയ്യും. അങ്ങനെ ഒരു വ്യത്യാസം നമ്മുടെ ആരും കാണിക്കാറില്ല. നഗരസഭയിലെ എല്ലാ കൌൺസിലർമാരെയും ഒരുപോലെ കണ്ടുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ അങ്ങനെ ഒരു രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമൊന്നും കാണിക്കാതെ പോകുന്ന ഒരു നഗരസഭയാണ്. പിന്നെ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അഴിമതി നടത്തുന്ന BJP കൌൺസിലർമാരൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞങ്ങളാരും അങ്ങനെ അഴിമതി നടത്തി ശീലമുള്ളവരല്ല, ശീലിക്കാൻ തന്നെ തയ്യാറില്ല. അതെല്ലാം ശീലമുള്ളത് BJP കൌൺസിലർമാർക്കാണ് എന്ന് പൊതുജനത്തിന് കൂടെ അറിയാം. അതങ്ങ് അവിടെ തന്നെ BJPയുടെ മേലെ തന്നെ വെക്കാൻ നല്ലത്. ന്യൂസ് ഡെസ്ക് CCV.